ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഈ ഒരു 2023 ഡിസംബർ ആകുമ്പോഴത്തേനും മാക്സിമം ഓഫറാണ് പുതിയ വണ്ടികൾ കൊടുക്കുന്നത്. അതേ ഓഫർ തന്നെ യൂസ്ഡ് കാറിന്, അതുപോലെ തന്നെ ബ്ലാക്ക് ക്രെറ്റ, വൈറ്റ് ക്രെറ്റ വരുന്നുണ്ട്, അതുപോലെ തന്നെ വോൾസാന്റെ പോളോ വരുന്നുണ്ട്, ഇഗ്നിസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാവിധ മോഡലും ഇതാ ഹോണ്ട സിറ്റി വരുന്നുണ്ട്. ഹോണ്ട സിറ്റി ഒക്കെ ചെറിയ കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? എത്ര കിലോമീറ്റർ? 42,000 കിലോമീറ്റർ. അതുപോലെ തന്നെ മഹീന്ദ്രന്റെ XUV 300 വരുന്നുണ്ട്, അർബൻ ക്രൂയിസ് വരുന്നുണ്ട്, ഫോർച്യൂണർ 2019 മോഡൽ വരുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ ഉണ്ട്. ചെറിയൊരു പൈസക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഉള്ളത് ഇയർ കൂടിയ കിലോമീറ്റർ കുറഞ്ഞ നല്ല ക്വാളിറ്റി വണ്ടികൾ ചെറിയ പൈസക്ക് സ്വന്തമാക്കാം. എന്താ പേരെന്തായിരുന്നു? അനസ്. നമ്മൾ ഇന്നുള്ളത് ലെഗോസിയയിലാണുള്ളത്, പെരിന്തൽമണ്ണ ലെഗോസിയയിൽ. ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? പെരിന്തൽമണ്ണ ബൈപ്പാസിൽ പാലക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ബൈപ്പാസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 350 മീറ്റർ, വെറും 350 മീറ്റർ. പെരിന്തൽമണ്ണ വരാണെങ്കിൽ ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബൈപ്പാസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ. ഞാൻ വേറെ ഒന്നല്ല പറയുന്നത്, ഇവിടെ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ഇന്നോവപ്പം പോയിട്ടുള്ളൂ, ചെറിയ 2015 മോഡൽ അല്ലേ, 2015 മോഡൽ 70,000 കിലോമീറ്റർ ഓടിച്ച കസ്റ്റമർ പറഞ്ഞു നോക്കി നിങ്ങൾ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മെയിൻ ആയിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്. അതാണ് ഇവർ മെയിനായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 2015 മോഡൽ വണ്ടിയാണ്. ഈ ഒരു മോഡലുള്ള വണ്ടികൾ നമ്മൾ കുറേ നോക്കിയതാണ്. അപ്പോൾ ഇത്രയൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു വണ്ടി നമുക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണമെങ്കിൽ പോലും നമുക്കൊരു പുതിയൊരു ഷോറൂം പോയിട്ട് എടുക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സംഗതി ഏതൊരു വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിലും നമ്മൾ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ കിലോമീറ്ററും അതിന്റെ കണ്ടീഷനും കാര്യങ്ങളും അവിടെ ഒരു 10-15 കൂടുതലുണ്ടെങ്കിൽ അത് പ്രശ്നമാക്കരുത്. കാരണം നിങ്ങൾ പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന അതേ ആംബിയൻസിലൊക്കെയാണ് ഇവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും തുടങ്ങാം. വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മൾ തുടങ്ങാം. ഇത് XUV 1 അല്ല 2 മോഡൽ ഉണ്ട്. 300 നോക്കുകയാണെങ്കിൽ ഇത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ നിസാന്റെ ടെറാനോ വരുന്നുണ്ട്, പുറത്ത് കിടക്കുന്നുണ്ട്, താറ് കിടക്കുന്നുണ്ട്, വോൾസാന്റെ പോളോ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏതാ കിടക്കുന്നത് നമ്മുടെ ബെൻസ് കിടക്കുന്നുണ്ട്, പിന്നെ നെക്സോൺ വരുന്നുണ്ട്. പിന്നെ ഷിയാസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഷിയാസിന്റെ ഡീസൽ വരുന്നുണ്ട്, സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിന്റെ ലേഡീസ് നോക്കുന്ന ഒരുപാട് വമ്പൻ കളക്ഷൻസ് ഉണ്ട്. തുടങ്ങാം. ഈ വെള്ളം വേണം. ഓക്കെ. നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട വോൾസാന്റെ പോളോ എന്നാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ പോകുന്നത്. ഒന്നല്ല, ഏകദേശം 2 മോഡൽ ഉണ്ട്. ഇത് ഏതാണ് മോഡൽ വരുന്നത്? ഇത് 2022 മോഡലാണ്. 14,500 കിലോമീറ്റർ, 14,500 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? ഹൈലൈറ്റ് പ്ലസ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പ്രൈസ് അങ്ങനെ വരുന്നത് 1195. 1195. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണോ? നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കുറച്ച് വരും, ചെറിയൊരു വേരിയേഷൻ വരും. അതായത് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇയർ കൂടിയ കിലോമീറ്റർ കുറഞ്ഞ നല്ല വാഹനങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്യുക. അതായത് മാർക്കറ്റ് ഷോറൂമിന്റെ പ്രൈസിനെക്കാളും കുറച്ച് വില കുറച്ചിട്ടല്ലേ? തീർച്ചയായും. ഓക്കെ. എത്ര വരെ ലോൺ കയറും ഇതിൽ? നമുക്കൊരു 9.5 ലോൺ, ഒരു 2 ലക്ഷം രൂപയുടെ വണ്ടി ഇവിടെ സുഖമായിട്ട് ഇറക്കാം. തീർച്ചയായും. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ ഇഗ്നിസ് ആണ് വരുന്നത്. ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണോ? അല്ല, മാനുവൽ ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 35,000 കിലോമീറ്റർ ഓടി ഉണ്ട്. റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ജെന്യുവൻ ആണ്. ഇന്ത്യയിലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ടയർ പറയേണ്ട, ഒക്കെ അടിപൊളിയാണ്. ഏതോ അതാ ഓപ്ഷൻ വരുന്നത്? VXI ഓപ്ഷണൽ വണ്ടി. ഓപ്ഷൻ വരുന്ന വണ്ടി. പ്രൈസ് ആണ് വരുന്നത് 635. ലാസ്റ്റ് ആണോ? നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. എത്ര ലോൺ വരും ഇതിൽ? നമുക്കൊരു 5 രൂപ 5.5 രൂപയൊക്കെ മാക്സിമം ലോൺ കൊടുക്കും. ജെന്യുവൻ കസ്റ്റമർ. അതായത് ഒരു 1 ലാഖിന്റെ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം അല്ലേ? അതെ. ഓക്കെ. അത്യാവശ്യം ട്രാക്കുള്ള ഒരാളാണെങ്കിൽ, ഒരാളാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്രെറ്റ ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു വൈറ്റ് വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2020 ആണ് വരുന്നത്. ഓപ്ഷനുകളോ? ഒന്ന് SX, ഒന്ന് SX ഓപ്ഷൻ ആണ് വരുന്നത്. ഒന്ന് പെട്രോൾ ഓട്ടോമാറ്റിക്, ഒന്ന് ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് രണ്ട് സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. ഈ ബ്ലാക്ക് 2020 മാനുവൽ ആണ് വരുന്നത്. മാനുവൽ SX ഡീസൽ മാനുവൽ ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 34,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട്, വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി. എത്ര വരെ ഉണ്ട്? 2024 ലാസ്റ്റ് വരെ ഉണ്ട്. 2024 ലാസ്റ്റ് വരെ ഉണ്ട്. കാരണം ഒരു ക്രെറ്റ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വണ്ടി, ഡീസൽ, ചെറിയൊരു കിലോമീറ്റർ ഓടിച്ച നല്ലൊരു ക്വാളിറ്റി വണ്ടി തന്നെ അല്ലേ? പ്രൈസ് ആണ് വരുന്നത്? ഇത് 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപ. രണ്ടും 16. പെട്രോൾ ഓട്ടോമാറ്റിക്, ഇത് ഡീസൽ മാനുവൽ. ഇത് SS ഓപ്ഷൻ വണ്ടിയാണ്. ബ്ലൂ ലിങ്ക് ഒക്കെ വരുന്ന കിലോമീറ്റർ എത്ര വരുന്നുണ്ട്?
ഇത് 42,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഇതിൽ റീപ്ലേസ് ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കമ്പനി വാറണ്ടി ഇനിയും ഉണ്ട്. ഇത് 2025 വരെ എക്സ്റ്റൻഡ് വാറണ്ടി. 2025 വരെ ഈ വൈറ്റ് വരുന്നുണ്ടല്ലേ? ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി. ഇത് 16 ലക്ഷം രൂപ രണ്ടും വരുന്നത്. പ്രൈസ് രണ്ടും നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എത്ര വരെ ലാസ്റ്റ് ചെയ്യും നമുക്ക്? ഇത് നമുക്കൊരു 16.4 റേഞ്ച് വെച്ച് കൊടുക്കാം. 16-25 ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ഇവരായി സംസാരിക്കുന്നതാണ് അല്ലേ? ചോദ്യമല്ല, 16 ചോദിക്കുന്നുണ്ട്. 16.4 25 ലാസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ പിന്നെ നിങ്ങളെ കൈവാണ്. എത്ര ലോൺ കയറും ഇതില്? മാക്സിമം ഒരു 80-85% ലോൺ കയറും അല്ലേ? അപ്പൊ അത്യാവശ്യം ട്രാക്കുള്ള ഒരാളാണെങ്കിൽ കറക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ വേഗം കൂടി പോകുന്നോളി. ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ മാതിരി അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള വണ്ടി, ഇയർ കൂടിയ കിലോമീറ്റർ ഒക്കെ കുറഞ്ഞ വണ്ടിയാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഫോർച്യൂണറിൽ പോവാണ്. ഫോർച്യൂണർ ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ. 2019 ഫോർച്യൂണർ ആണ് വരുന്നത്. പക്ക കേരള വണ്ടിയാണോ? ജെനുവിൻ ആണ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 52,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. ജെനുവിൻ ആണ്. പ്രത്യേകിച്ച് അഡീഷണൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ലെജൻഡർ കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയ വണ്ടിയാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 39.75 കൊടുക്കാം. 39.75. 2019 മോഡല്. അതെ. സിംഗിൾ ഓണർഷിപ്പ് പക്ക കേരള വണ്ടി. പ്രൈസ് ലാസ്റ്റ് ആണോ? ഇതിലും ചെറിയ മാറ്റങ്ങൾ വരും പ്രൈസിൽ. എത്ര കൊടുക്കും? നമുക്ക് 39.5 ലക്ഷം രൂപ കൊടുക്കാം. 39.5 ലക്ഷം രൂപ. 20,000 കുറയുള്ളൂ. ലോൺ കയറുന്നത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല ട്രാക്കുള്ള ആളായിരിക്കും. എത്ര ലോൺ കയറും? ഇതിലൊരു 33-34 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കയറും. ഒരു 6-7 ലക്ഷം രൂപ വണ്ടി ഇവിടുന്ന് ഫോർച്യൂണർ 2019 മോഡൽ ഇവിടെ നടക്കാം. തീർച്ചയായും. ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് 2 XUV 300 വരുന്നുണ്ട്. മഹീന്ദ്രന്റെ XUV 300 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2021 W8 ഓപ്ഷണൽ വണ്ടിയാണ്. 12,000 കിലോമീറ്റർ ഓടിയ. 12,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഡീസൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക ജെനുവിൻ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ആണ് വരുന്നത് 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ. പ്രൈസ് എന്തായാലും നെഗോഷ്യബിൾ ആണ്. എത്ര ലോൺ കയറുന്നത്? ഇതിൽ 90% ലോൺ കയറും. 90% എന്തായാലും കയറും. അതായത് ഒരു 1.5 ലക്ഷം രൂപ വണ്ടി ഇവിടെ നടക്കാം. 2 ലക്ഷം രൂപ അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് W6. അതായത് സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ് അല്ലേ? സൺറൂഫ് തന്നെ വരുന്നത്. ഓക്കെ. മോഡൽ ഏതാ വരുന്നത്? 2021 29,000 കിലോമീറ്റർ ഓടി വണ്ടി. ഒരു 29,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണറിനെ. റീപ്ലേസ്മെന്റ് എന്താണ്ടോ? ഒന്നുമില്ല. റീപ്ലേസിലെ വണ്ടി ഇവിടെ ഉണ്ടാവില്ല. ഞാൻ പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? 10,4 ലക്ഷം രൂപ. 10,4 ലക്ഷം രൂപ. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. അതായത് 1.5 ലക്ഷം രൂപ വണ്ടി ഇവിടെ നടക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന അർബൻ ക്രൂയിസ് ആണ് വരുന്നത്. ടൊയോട്ട അർബൻ ക്രൂയിസർ. ഏതാ മോഡൽ വരുന്നത്? 2021. ഏതാ ഓപ്ഷൻ വരുന്നത്? പ്രീമിയം ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 14,500 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പ്രൈസ് ആണ് വരുന്നത്? 12.40. ലാസ്റ്റ് നെഗോഷ്യബിൾ ആണ്. എന്തായാലും ഒരു 1-2 ലക്ഷം രൂപയുടെ വണ്ടി വരുന്ന സുഖമായിട്ട് ഇറക്കാം. ഈ നിസാന്റെ ടവാണ് അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡല് പെട്രോൾ എക്സൽ വേരിയന്റ് ആണ്. ഓണർഷിപ്പ് വരുന്നത്? 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെനുവിൻ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇതിൽ നമുക്ക് 6.25 ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നുണ്ട്. മാക്സിമം ഫുൾ ലോൺ തന്നെ കൊടുക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അല്ല, നമുക്ക് തരുന്ന പ്രൈസ് എത്രയാണ്? 6,500 രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? അതില് 100% ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഹോണ്ട സിറ്റി ആണ് വരുന്നത്. ഹോണ്ട സിറ്റി ഏതാ മോഡൽ വരുന്നത്? 2016 മോഡൽ. 2016 മോഡൽ. പെട്രോളോ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി. 42,000 കിലോമീറ്റർ ഓടി. 42,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. VX-ൽ സൺറൂഫും കൂടി ഉള്ള വണ്ടിയാണ്. സൺറൂഫും കൂടി വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഇത് CVT ആണ് വണ്ടി. CVT ആണ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 7.95 കൊടുക്കാം. 7.95 കൊടുക്കാം. എത്ര ലോൺ കയറും? ഇതിൽ നമുക്ക് 5-5.5 രൂപയൊക്കെ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഏതാ കാണിക്കാനുള്ളത്? ഒരു മിനിറ്റ്. എന്താണ്? ഹോണ്ട സിറ്റിയിൽ ഓരോ 5,000-ലും സർവീസ് സർവീസ് ആണല്ലോ. അപ്പൊ എന്തായാലും ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 5,000 കറക്റ്റ് സർവീസും കാര്യങ്ങളും വരുന്നുണ്ട്. വരും നമുക്ക് അടുത്ത നോക്കാം. ഏതാ നോക്കാം? ഇത് ഏതാ മോഡൽ? ഡീസൽ. ഷിയാസ് ഡീസൽ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 വണ്ടി. 2017 ഡീസൽ ഷിയാസ് ആണ് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ZDI പ്ലസ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ?
69,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഹിസ്റ്ററിയിലെ വണ്ടി തന്നെ. പ്രൈസ് ആണ് വരുന്നത് 795. 795 ഫൈനൽ ആണോ? പ്രൈസ് എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? എത്ര ലോൺ വരും ഇതിൽ? നമുക്കൊരു 5.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്തു. ഈ ഹോണ്ട അമേസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2021 മോഡൽ ഹോണ്ട അമേസ് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. CVT ഗിയർബോക്സ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 30,000 കിലോമീറ്റർ ഓടിയോ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? 845. എത്ര ലോൺ വരും ഇതിൽ? നമുക്ക് ഒരു 7 രൂപ വരെയൊക്കെ ലോൺ കൊടുക്കാം. 7 രൂപ വരെ ലോൺ കൊടുക്കാം. അതായത് 1.25 ഉണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഹോണ്ട അമേസ് ഇവിടെ നടക്കാം. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ടാറ്റന്റെ നെക്സോൺ ആണ് വരുന്നത്. നെക്സോൺ ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ. 2020. 30,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്. ആണ് വരുന്നത്. സൺറൂഫോടെ വരുന്ന വണ്ടി. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 10.25 ലക്ഷം രൂപ. 10.25 ലക്ഷം രൂപ. ഇത് നമുക്ക് ഒരു 9 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഒരു 1.25 ലക്ഷം രൂപ ഉണ്ട്. 1.25 വേണ്ട, ₹1 വണ്ടി കൊടുത്ത് ഇറക്കല്ലേ? നോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇനി അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഏതാ വരുന്നത്? 2021 മോഡൽ സ്വിഫ്റ്റ്. 2021 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ 2021 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 21,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളുടെ അതിന്റെ പുറമെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഉണ്ട്. അഡീഷണൽ ഫിറ്റിംഗ് എത്ര പേരുടെ കയറിയിട്ടുണ്ട്? അപ്രോക്സിമേറ്റ് 1 lakhന്റെ ഫിറ്റിംഗ്സ്. അതൊന്നും എക്സ്ട്രാ നമ്മൾ ചോദിക്കരുത് കേട്ടോ. നമുക്ക് ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 7 ലക്ഷം രൂപ ചോദിക്കണ്ടേ? 7 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇതിൽ നമുക്കൊരു 90% ലോണും കൊടുക്കാം. അതായത് 1.5 ലക്ഷം രൂപ വണ്ടി ഇവിടെ നടക്കാം. 2021 അല്ലേ? 2021 ഓട്ടോമാറ്റിക് ഇവിടെ നടക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നിസാന്റെ കിക്സ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 മോഡൽ. 2019 ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. ഏതാ ഓപ്ഷൻ വരുന്നത്? XV ഫുൾ ഓപ്ഷൻ. 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 7 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 7 ലക്ഷം രൂപ എടുത്താൽ കൂടുതലൊന്നും കൊടുക്കരുത് കേട്ടോ നിങ്ങള്. അല്ല 7 ലക്ഷം രൂപ ലാസ്റ്റ്. അല്ല 7ന്റെ മേലെ ലോൺ കയറുന്നത്. 7ന്റെ മുകളിൽ ലോൺ. അല്ല അതല്ല, പ്രൈസ് നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എത്ര വരെ ലാസ്റ്റ്? ഫൈനൽ ഒരു 6 MB കൊടുക്കും. 6 MB ഫൈനൽ ആയി കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ എക്സ്പ്രസോ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2020 എക്സ്പ്രസോ VXI ഓപ്ഷണൽ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 20,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെനുവൻ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ജെനുവൻ ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത് 5.15. അപ്പൊ ലാസ്റ്റ് 5 രൂപയ്ക്ക് 5 രൂപ കൊടുക്കാം. എത്ര ലോൺ കയറും? ഇതിൽ നമുക്ക് 4 രൂപ ലോണും കൊടുക്കാം. 4 രൂപ ലോണും കയറാം അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റ് കാറാണ് വരുന്നത്. 2020 4x4 ഓഫ് റോഡ്. ഓക്കെ. മാനുവൽ ആണ് വരുന്നത്. 52,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 32,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ടയർ പുതിയതുണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെന്താ അഡീഷണൽ ഉള്ളത്? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് അങ്ങനെ വരുന്നത്? ഇത് പ്രൈസ് നമുക്ക് 13.95 കൊടുക്കാം. 13.95. ലാസ്റ്റ് ഒരു 13.80 കിട്ടിയ കൊടുക്കാം. 13.80 കിട്ടിയ കൊടുക്കാം അല്ലെ? എത്ര ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് ഗ്ലാസ് കടിഞ്ഞു നിന്ന് മാറിയതാണ്. അതിന്റെ ഫോട്ടോസും നമ്മുടെ കയ്യിൽ തന്നെ. ഓക്കെ. എങ്ങനെ? ഇത് എന്താ ഒരു കല്ലടിച്ചിട്ട് കടിഞ്ഞതാണ്. അതിന്റെ ഫോട്ടോസ് സൈഡ് ഉണ്ടല്ലേ? അല്ലാതെ മാറിയൊന്നും അല്ല. ഓക്കെ. എത്ര ലോൺ വരും? ഇതിൽ നമുക്കൊരു 12 ലക്ഷം രൂപയൊക്കെ. 12 ലക്ഷം രൂപ അല്ലേ? അതായത് 2 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. പിന്നെ ഗ്ലാസ് പിന്നെ എങ്ങനെ മാറി കഴിഞ്ഞാലും റീപ്ലേസ് ആയി. അതിപ്പോ എങ്ങനെ വീണതൊന്നും ആരും നോക്കൂ. അതല്ല, അതിന് കൂടുതൽ ചിന്തിക്കാനില്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ ആ പോളോ വോൾസാന്റെ പോളോ കൊടുക്കാനുള്ളതാണോ? പോളോ 2019 മോഡൽ പ്ലസ് പെട്രോൾ മാനുവൽ. അല്ല, നമുക്ക് ഇതുകൊണ്ട് സൈഡ് ആക്കി വർത്താൻ പറയാം. ഓക്കെ. അനസ്ക വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട്. പോളോന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞാളി. 2019 മോഡൽ. 2019 ഡീസലോ പെട്രോളോ വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. 1 ലിറ്റർ പെട്രോൾ മാനുവൽ. 1 ലിറ്റർ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 65,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 6.85. 6,85,000. നെഗോഷ്യബിൾ അല്ലേ? സ്ലൈറ്റ്ലി ചെയ്ത് കൊടുക്കാം അല്ലേ? എത്ര ലോൺ കയറും? ഇതിൽ നമുക്കൊരു 5-5.5 രൂപ ലോൺ എടുക്കാം. എന്തായാലും കയറാം അല്ലേ? ഒരു 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇപ്പൊ നെക്സ്റ്റ് വരുന്ന ഒരു അഡാർ ഐറ്റം ബെൻസ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2016 മോഡല്. ഏതാ ഓപ്ഷൻ വരുന്നത്? CLA 200 സ്പോർട്ട്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്ററോ? 52,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക കേരള വണ്ടി ഉണ്ടല്ലേ? പക്ക കേരള വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപ. ലാസ്റ്റ് ആണോ?
ലക്ഷങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ കുറച്ച് കൊടുക്കിട്ട് നിങ്ങൾ 5000 10,000 ഒന്നും കുറച്ച് കൊടുക്കല്ലേ? നമുക്ക് കുറച്ച് കൊടുക്കാം. എത്ര വരെ ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം? ഇത് നമുക്ക് 25,000 രൂപ കൊടുക്കാം. 25,000 കൊടുക്കാം. 25.5 ലക്ഷം റുപ്യ പറഞ്ഞിട്ട് 20,000 കുറച്ചിട്ടുള്ള 26 പറഞ്ഞിട്ടല്ലേ 25 പറഞ്ഞിട്ടല്ലേ? അപ്പൊ തന്നെ കുറവല്ലേ? അല്ല നിങ്ങൾ 25 അല്ലേ പറഞ്ഞത്? അപ്പൊ 26 അല്ലേ പറഞ്ഞത്? ഇന്ന് കുറക്കില്ല നമുക്ക് 25 രൂപ കൊടുക്കാം. 25 രൂപ ഫൈനൽ ആയി കൊടുക്കാം. എത്ര ലോൺ കയറും? ട്രാക്കുള്ള ആളാണെങ്കിൽ ഇതൊക്കെ എടുക്കാൻ വരുമ്പോൾ എന്തായാലും ട്രാക്കുള്ള ആളായിരിക്കും. അതെ. അപ്പം എത്ര? ഒരു 17-18 ലക്ഷം രൂപ ലോൺ. അതായത് ഒരു 6-7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എന്തായാലും ഇവിടെ ഇറക്കല്ലേ? ഇനിയിപ്പോ നെക്സ്റ്റ് ഏതും കാണിക്കാനുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചല്ലോ. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാട് ഭാഗത്ത് നിന്ന് ബൈപ്പാസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 350 മീറ്റർ എന്ന് കഴിഞ്ഞാൽ ലെഗോസിയ നിങ്ങൾക്ക് വേണ്ട പ്രീമിയം കാറ്റഗറി എന്ന വണ്ടികളാണെങ്കിൽ നോർമൽ വണ്ടികളാണെങ്കിലും ഒക്കെ ഉണ്ടാവും. മാക്സിമം നമ്മൾ എത്ര ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചിട്ട് 4-5 വണ്ടി കാണിച്ചു. 4-5 ഓട്ടോമാറ്റിക് കാറുകൾ കാണിച്ചു. സ്വിഫ്റ്റിന്റെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടല്ലേ? ഓട്ടോമാറ്റിക്കിൽ ഒരു ചെറിയ കാർ മറ്റേ എക്സ്പ്രസോ ഒക്കെ വന്നിട്ടുണ്ടല്ലേ? അപ്പൊ എന്തായാലും ആരും മിസ്സാക്കണ്ട. ഏതെങ്കിലും വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ് സ്പെഷ്യലി. നമുക്ക് അഡീഷണൽ എന്തായാലും പ്രൈസ് എന്തായാലും ഡിസ്കൗണ്ട് എന്തായാലും ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, തൽക്കാലം ഒരു ബൈ.